വിശദമായ വാർത്തകളിലേക്ക് വരുമ്പോൾ ശബരിമലയിൽ കൊടിമരം നിർമ്മിക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. കൊടിമരം നിർമ്മിക്കാൻ തീരുമാനമെടുത്തത് UDF കാലത്തെ MP ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലുള്ള ബോർഡ്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തെ ഭരണസമിതിയാണ് തീരുമാനം നടപ്പാക്കിയതെന്നും വ്യക്തമാകുന്നു. ദേവപ്രശ്ന വിധിപ്രകാരമാണ് കൊടിമരം മാറ്റിയത്. പെയിന്റ് അടിച്ചതും ജീർണതയും കൊടിമരം മാറ്റാൻ കാരണമായെന്നും പറയുന്നു. 2014 പുതിയ കൊടിമരം സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത്. ഇതു സംബന്ധിച്ച ദേവപ്രശ്ന ചാർത്തിന്റെ പകർപ്പ് മീഡിയ വൺ ഏൽപ്പിച്ചു. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, ഈ വിവാദം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ദേവപ്രശ്ന ചാർത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉള്ളടക്കമനുസരിച്ച് എന്താണ് അന്ന് സംഭവിച്ചത്? ഇതിന്മേലുള്ള അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് തുടരുന്നത്? ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോയി അതിലെ സ്വർണം തട്ടിയെന്ന് കേസിന് പിന്നാലെയായിരുന്നു 2017 കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ആരോപണം ഉയരുകയും ചെയ്തിരുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന കൊടിമരം എന്ന് പറയുന്നത് കോൺക്രീറ്റിൽ ഉണ്ടാക്കിയതാണ്. കോൺക്രീറ്റിലാണ് അതിന്റെ ഉണ്ടാക്കുന്നത്. അതിന് പിന്നീട് ഈ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അത് മാറ്റി പുനഃപ്രതിഷ്ഠയ്ക്കുള്ള തീരുമാനമെടുക്കുന്നത്. അത്തരത്തിലുള്ള തീരുമാനമെടുത്തതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനുള്ള രേഖകളാണ് നമുക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് തീരുമാനമെടുക്കുന്നത് 2014 അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ദേവപ്രശ്ന വിധി പ്രകാരമായിരുന്നു ഈ പുനഃപ്രതിഷ്ഠ. ഈ കൊടിമരത്തിൽ അനധികൃതമായി പെയിന്റ് അടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജീർണതയും പറയുന്നുണ്ട്. അത് ജീർണത എന്ന് പറയുന്നത് ഫിസിക്കൽ എന്നുള്ളത് ഒരു കാര്യവും ഉണ്ട്, അല്ലാതെ ആചാരപ്രകാരമുള്ള ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രകാരമുള്ള ദേവപ്രശ്നം നടത്തുന്നു. ഈ ദേവപ്രശ്നം നടക്കുന്ന സമയത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഗോവിന്ദൻ നായരുണ്ട്. അതോടൊപ്പം തന്നെ തന്ത്രിയുണ്ട്. അതിന് ദേവപ്രശ്നം നടത്തിയ മറ്റു ആളുകളും കൂടിയുണ്ട്. അത്തരം ഒരു ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുനഃപ്രതിഷ്ഠ നടത്താൻ വേണ്ടി തീരുമാനമെടുത്തതെന്നാണ് പറയുന്നത്. എന്തായാലും ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കൊടിമരം സ്ഥാപിക്കുന്നത്. ആ പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിൽ നിലവിൽ ആരോപണ വിധേയരായി നിലനിൽക്കുന്നത് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തുള്ള ഭരണസമിതിയാണ്. അവരാണ് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ ഈ രേഖകൾ പ്രകാരം വ്യക്തമാകുന്നത് പറയുന്നത് അതിനേക്കുള്ള തീരുമാനം എടുക്കുന്നത് എന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണസമിതിക്ക് മുമ്പുള്ള MP ഗോവിന്ദൻ നായരുടെ ഭരണസമിതിയാണ്. ഈ ഭരണസമിതിയിൽ സുഭാഷ് വാസു അതോടൊപ്പം തന്നെ PK കുമാരൻ എന്നിവരും അംഗങ്ങളായിരുന്നു. ആ ഭരണസമിതി തീരുമാനമെടുത്തത് പ്രകാരം തൊട്ടടുത്ത ഭരണസമിതിയായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇത് നടപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. സ്വാഭാവികമായും പ്രയാറിന് മുമ്പുള്ള ഭരണസമിതിയും ഇതിന്റെ അന്വേഷണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ തീരുമാനമെടുക്കാനുള്ള സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SIT പരിശോധിക്കുകയാണ്. പക്ഷേ പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അജയ് തറയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് SIT പൂർണ്ണമായും ക്ലീൻ ചീറ്റ് നൽകുന്നില്ല. കാരണം ഇത് തീരുമാനമെടുത്തതിന് അപ്പുറത്തേക്ക് ഇത് നടപ്പാക്കിയത് പ്രയാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. എന്തായാലും അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൃത്യമായ തെളിവ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടളപ്പാളിയും കൊണ്ടുപോയതുപോലെ അതിൽ 2 കേസുകളാണുള്ളത്. മൂന്നാമത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിനുള്ളൊരു സാധ്യതയുണ്ടോ, അത്തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നാണ് SIT ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ രേഖകൾ പ്രകാരം അതിലോട്ട് ഒരു പുനഃപ്രതിഷ്ഠയ്ക്ക് തീരുമാനമെടുത്തത് സാഹചര്യവും അതോടൊപ്പം തന്നെ അതിനു മുമ്പുണ്ടായിരുന്ന ബോർഡിന്റെ പങ്കിനെ കുറിച്ചുമുള്ള വ്യക്തത വരുത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിട്ടിരിക്കുന്ന ഈ അഷ്ടമംഗല പ്രശ്ന ചാർട്ട്. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. സിനിമ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പല പേരുകൾ രംഗത്ത് വരുന്നുണ്ട്, പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് പൊളിറ്റീഷ്യൻസ് അല്ലാത്ത ആക്ടിവിസ്റ്റുകളുടെ അടക്കം പേരുകളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചർച്ചകൾ സജീവമാണ്.